തൃശൂരിന്റെ ചരിത്രത്തിലെ ഏറെയൊന്നും അറിയപ്പെടാത്ത ഏടാണ് കൊല്ലങ്കോട്ട് പാലസിന്റേത്. ഗവേഷകരും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ഇപ്പോൾ ചുമർചിത്ര മ്യൂസിയമായി മാറിയിട്ടുള്ള കൊല്ലങ്കോട്ട് പാലസ് നവീകരണത്തിന്റെ പാതയിലാണ്. ACV പ്രത്യേക റിപ്പോർട്ട്. കൊച്ചി രാജാവും പാലക്കാട് കൊല്ലങ്കോട് രാജാക്കന്മാരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൈവഴികൾ ഏതെന്ന് ഇന്നും ചരിത്രകാരന്മാർക്ക് വ്യക്തതയില്ല. വിവാഹബന്ധം വഴിയാകാം ഈ രാജകുടുംബങ്ങൾ അടുത്തതെന്ന അനുമാനം മാത്രമാണുള്ളത്. തൃശൂർ നഗരഹൃദയത്തിൽ ചെമ്പൂക്കാവിലെ മൃഗശാലയോട് ചേർന്നാണ് കൊല്ലങ്കോട് പാലസ് അഥവാ ബംഗ്ലാവ്. കൊല്ലങ്കോട് രാജാവ് വാസുദേവരാജ തന്റെ പുത്രിക്ക് വേണ്ടി 1905 പണിതീർപ്പിച്ചതാണ് ഇതെന്ന് രേഖകളുണ്ട്. 1975 വരെ ഇവിടെ അവരുടെ താവഴികൾ താമസിച്ചിട്ടുണ്ട്. 1975 കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നത്. വിശാലമായ പൂമുഖവും മനോഹരമായ വാസ്തുശൈലിയുമാണ് ബംഗ്ലാവിന്റേത്. 100 വർഷത്തെ പഴക്കം കണക്കിലെടുത്ത് ഈ സമുച്ചയം പിന്നീട് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചുവെന്ന് ഇൻചാർജ് ഹക്കീം പറഞ്ഞു. 1975 പുരാവസ്തു വകുപ്പ്, സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഈ കൊട്ടാരം ഏറ്റെടുക്കുകയുണ്ടായി. 1905 പണിയെടുപ്പിച്ചതുകൊണ്ട് 2005 വരുമ്പോൾ 100 വർഷം തികയുന്നു എന്നുള്ള നിലയ്ക്ക് ഇത് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമാക്കാനുള്ള നടപടികൾ തുടങ്ങുകയും സംരക്ഷിത സ്മാരകമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൊല്ലങ്കോട് രാജവംശം കേരളത്തിൽ ഒട്ടേറെ സവിശേഷതകളുള്ള രാജവംശമാണ്. പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ തെന്മലയുടെ താഴ്വരയുൾപ്പെട്ട പ്രദേശത്തിന്റെ അധിപനായി നാടുവാണ നമ്പിടിക്ക് രാജപദവി നൽകിയത് ബ്രിട്ടീഷുകാരാണ്. യാഗങ്ങൾക്ക് ആവശ്യമായ സോമലത എത്തിക്കാനുള്ള അവകാശം കൊല്ലങ്കോട്ട് രാജകുടുംബത്തിനാണ് ഇന്നുമുള്ളത്. കൂടാതെ ക്ഷേത്രങ്ങളിൽ മെതിയടി ധരിച്ച് പ്രവേശിക്കാനുള്ള അവകാശവും ഇവർക്കുണ്ട്. കൊല്ലങ്കോട്ട് രാജാക്കന്മാർ ഗന്ധർവ പരമ്പരയിൽപ്പെട്ടതാണെന്നും ഇവർക്ക് ഭൂസ്പർശം പാടില്ലെന്നതുമാണ് ഇതിനു പിന്നിലുള്ള പുരാണ കഥ. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനം പണി കഴിപ്പിച്ചതും ഇവരത്രേ. നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്തിട്ടും ഇനിയും സന്ദർശക ശ്രദ്ധ ഇവിടം നേടിയിട്ടില്ല. അതിനുള്ള ശ്രമത്തിലാണ് അധികൃതർ.